ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉണങ്ങിയ ചുള്ളിക്കമ്പും ന്യൂസ് പേപ്പറും ആണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള ചുള്ളിക്കമ്പിൽ നമ്മളൊന്ന് പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ന്യൂസ് പേപ്പറിൽ നിന്നും വീതി കുറഞ്ഞ ചെറിയൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഫ്ലവർ ചെയ്തെടുക്കണം. എങ്ങനെയാണ് ഇതുകൊണ്ട് ഫ്ലവർ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിന്റെ ആ ഒരു ഫസ്റ്റിൽ വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ബാക്കിലേക്ക് മടക്കിയതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കണം. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. നമ്മളത് ബാക്കിലേക്ക് മടക്കി കൊടുത്ത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുക്കുമ്പോൾ നമുക്കിതൊരു ഫ്ലവർ ആയി കിട്ടും. വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഫ്ലവർ ആണിത്. ഇതുപോലെ കുറേ ഫ്ലവർ നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ഇതിന്റെ ലാസ്റ്റിൽ വരുന്ന ആ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഫ്ലവർ അഴിഞ്ഞു പോരാതിരിക്കാൻ വേണ്ടി അതിനിടയിലൂടെ എല്ലാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ കുറേ ഫ്ലവർ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കൾക്കെല്ലാം പെയിന്റ് ചെയ്തെടുക്കണം. ആദ്യം നമ്മൾ ഇതിന്റെ അടിയിൽ വരുന്ന ഈ ഒരു ഭാഗത്താണ് പെയിന്റ് ചെയ്തെടുക്കുന്നത്. എല്ലാ പൂക്കളിലും ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി അതിന്റെ മുകളിൽ പെയിന്റ് ചെയ്തെടുക്കണം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളുടെ അടിയിലും പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലവറിൽ പെയിന്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ റെഡ് കളറും വൈറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കളർ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ പൂക്കൾക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ഫ്ലവറിന്റെ താഴെയും പെയിന്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളിലും നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കണം. ഈ പൂക്കളെല്ലാം നമുക്ക് ആ ചുള്ളിക്കമ്പിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. എല്ലാ പൂക്കളിലും നമ്മൾ ഇതുപോലെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഒന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമുക്ക് അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുള്ള ഏതൊരു പേപ്പറും നമുക്ക് എടുക്കാം. നമ്മളിവിടെ കമ്പിത്തിരിയുടെ ബോക്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ എടുത്തിട്ടുള്ള ഈ 3 ബോക്സ് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിൾ ആയി ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ കുറെ ഇലകൾ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലകൾക്കെല്ലാം പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളിലും നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇലകളിൽ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് എല്ലാ ഇലകളിലും ഇതുപോലെ വെയിൻസ് ഒക്കെ പെയിന്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ ചുള്ളിക്കമ്പിലേക്ക് നമ്മൾ ആദ്യം പൂക്കളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ പൂക്കളും ഇലകളും എല്ലാം ഫെവിബോണ്ട് വെച്ചാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെയായിട്ട് നമ്മളൊരു 3 പൂക്കളാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിന്റെ കുറച്ച് താഴെയായിട്ട് വീണ്ടും 3 പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. പറ്റുന്നവരെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെ നമുക്ക് എല്ലാ പൂക്കളും ഒട്ടിച്ചെടുക്കണം. അടുത്ത 3 ഫ്ലവർ നമ്മൾ ഇവിടെ ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 3 ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇലകൾ നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഇലകളും നമുക്ക് ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ ഇലകളായി അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം താഴെ കമന്റ് ബോക്സിൽ പറയണം. ഇപ്പൊ നമ്മൾ അതിലേക്ക് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഇലകളും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് എങ്ങനെയുണ്ട്? ഉണങ്ങിയ ചുള്ളിക്കമ്പും ന്യൂസ് പേപ്പറും വെച്ച് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ ആരും മടി കാണിക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിലേക്ക് പുതിയതായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.
ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.